ഇനി ഏറ്റവും സന്തോഷമുള്ളൊരു വാർത്ത ഇന്ന് കേട്ടത് 54 കൊല്ലത്തെ ഇടവേളയ്ക്ക് ശേഷം ചന്ദ്രനെ വലം വയ്ക്കാനുള്ള മനുഷ്യപ്രയാണത്തിന് ഇന്ന് തുടക്കമായി. നാസയുടെ ആർട്ടിമിസ് 2 ദൗത്യം വിജയകരമായി ഇപ്പോൾ പ്രയാണം തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെ 4:05 വിക്ഷേപണം നടന്നത്. സയൻസ് ഡെസ്കിൽ നിന്ന് ദിൽന മധു തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് ദിൽന മധു, പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. എന്തായാലും വലിയ സന്തോഷമുള്ളൊരു വാർത്ത, അല്ലെങ്കിൽ മനുഷ്യന് വലിയ പ്രതീക്ഷയുള്ള ഒരു വാർത്തയുമായി തന്നെയാണ് വരുന്നത്. മനുഷ്യനൊരു ചെറിയ കാൽവയ്പ്പാണ്, പക്ഷേ മാനവരാശിക്ക് ഇതൊരു വലിയ കുതിച്ചാട്ടം എന്ന് നീൽ ആംസ്ട്രോങ് ആണ് ചന്ദ്രനിൽ ആദ്യമായി മനുഷ്യൻ കാലുകുത്തിയതിനെ കുറിച്ച് പറഞ്ഞതുപോലെ മനുഷ്യരാശിക്ക് വലിയ കുതിച്ചാട്ടം ഉണ്ടാകുന്ന ഒരു വലിയ ഒരു ചരിത്ര ദൗത്യത്തിൻ്റെ ഭാഗമായ വിക്ഷേപണമാണ് ഇന്ന് രാവിലെ നടന്നത്. അമേരിക്കയിലെ കെനഡി സ്പേസ് സെൻറ്ററിൽ നിന്ന് 4:05 കൂടിയായിരുന്നു വിക്ഷേപണം. നേരത്തെ പറഞ്ഞതിനേക്കാൾ ഒരു 10 മിനിറ്റ് കൂടി അധിക സമയം ഇവിടെ എടുത്തിരുന്നു ഈ വിക്ഷേപണം നടത്തുന്നതിന് വേണ്ടി. അതിനുശേഷം ആ സംഘം ഇപ്പോൾ യാത്ര തുടരുകയാണ്. 4-അംഗ സംഘം ആ യാത്ര തുടരുകയാണ്. അവരുടെ ആ യാത്രയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ തത്സമയ സംപ്രേഷണം നാസ നൽകുന്നുണ്ട്. ഈ 4-അംഗ സംഘവും സുരക്ഷിതമായി തന്നെ ഇരിക്കുന്നു. അവർ ഈ പേടകത്തിൽ ഇരിക്കുകയാണ്. ഒറൈൻ പേടകത്തിൽ അവരെ വിക്ഷേപിച്ച SLS എന്ന ഈ റോക്കറ്റിൽ നിന്ന് പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട്. ഒപ്പം ഇപ്പോൾ ഭൂമിക്ക് ചുറ്റുമുള്ള ഭ്രമണപഥത്തിൽ ഭ്രമണപഥത്തിൽ ഇവർ സഞ്ചാരം നടത്തുകയാണ്. ഏതാണ്ട് 1-2 ദിവസത്തോളം ഈ ഭൗമ ഭ്രമണപഥത്തിൽ ഈ പേടകം തുടരും. അതിനുശേഷമായിരിക്കും ചന്ദ്രനിലേക്കുള്ള യാത്ര തുടരുന്നത്. അതിനെ ട്രാൻസ് ലൂണാർ ഇഞ്ചക്ഷൻ എന്ന് പറയും. അതിനുശേഷം ചന്ദ്രനെ ചുറ്റിക്കറങ്ങിയതിനു ശേഷം 10 ദിവസം കൊണ്ട് ദൗത്യം പൂർത്തിയാക്കി തിരിച്ചു വരും. ഇത് ആർട്ടിമിസ് 2 എന്ന ഈ ദൗത്യം വളരെ പ്രധാനപ്പെട്ടതാവുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരുപാട് 54 വർഷത്തിന് ശേഷം ചന്ദ്രനിലേക്ക് മനുഷ്യനെ ഇറക്കാനുള്ള ഒരു വലിയ ദൗത്യമായിട്ടാണ് ഇതിനെ കാണുന്നത്. ഇതിന് കാരണം നേരത്തെ അപ്പോളോ കാലഘട്ടത്തിൽ അങ്ങനെ പോയതിനു ശേഷം ഈ ചാന്ദ്ര ദൗത്യം മനുഷ്യൻ ഏറെക്കുറെ അവസാനിപ്പിച്ചതാണ്. അതിനുശേഷം വീണ്ടും ഈ ചാന്ദ്ര ദൗത്യത്തിലേക്ക് വരുന്നു. അത് ദൂരമുള്ള ഈ ഡീപ്പ് സ്പേസിലേക്കുള്ള ബഹിരാകാശ ദൗത്യങ്ങൾ അത് വീണ്ടും പുനരാരംഭിക്കുമ്പോൾ ചന്ദ്രനെ ഒരു ഇടനിലമാക്കുക എന്നതാണ് ഇപ്പോൾ നാസ ലക്ഷ്യമാക്കുന്നത്. കാരണം ചന്ദ്രനിൽ ഒരു ഇടത്താവളം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് ദൂരത്തേക്ക് ചൊവ്വ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്കുള്ള യാത്രയും പരീക്ഷണങ്ങളും കൂടുതൽ എളുപ്പമാകും എന്ന വിലയിരുത്തലാണ് ഇങ്ങനൊരു മാറ്റത്തിന് പിന്നിൽ. അങ്ങനെ ചന്ദ്രനെ ഒരു ഇടത്താവളമാക്കിക്കൊണ്ട് ചന്ദ്രനിൽ അതിൻ്റെ ഉപരിതലത്തിൽ ഒരു കേന്ദ്രം സ്ഥാപിച്ചുകൊണ്ട് അവിടെ നിന്നുള്ള തുടർ പരീക്ഷണങ്ങളിലേക്ക് കൂടി ഇത് തുടർ പരീക്ഷണങ്ങൾ നടത്തുക എന്നതാണ് ഈ ദൗത്യം പ്രധാനമായും നാസ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു വലിയ കുതിപ്പുചാട്ടം, അതിൻ്റെ ഒരു വലിയ ഘട്ടമാണിത്. ഇവിടെ ആളുകൾ ഈ 4-അംഗ സംഘം പോകുമ്പോൾ ഇവർ ഇതിൽ ചന്ദ്രനിൽ ഇറങ്ങുന്നില്ല. ചന്ദ്രനെ ഒന്ന് വലം വെച്ചതിന് ശേഷം തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ സംഘം അടുത്ത ഘട്ടം ആർട്ടിമിസ് 3 എന്നൊരു ഘട്ടമുണ്ട്. അതിനുശേഷം ആർട്ടിമിസ് 4 മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങുന്നത്. അപ്പോളോ ഘട്ടത്തിൽ ഇത് ചെയ്തിരുന്നു, പക്ഷേ ഇപ്പോൾ വീണ്ടും ചെയ്യുകയാണ്. അപ്പോളോ ഘട്ടം നമുക്കറിയാം USSRഉം അമേരിക്കയും തമ്മിലുള്ള ഒരു വലിയ ശീതയുദ്ധകാലത്തെ ഒരു വലിയ പോരാട്ടം ഈ ബഹിരാകാശ ഗവേഷണ രംഗത്തുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ചൈനയുമായിട്ടുള്ള ഒരു പോരാട്ടമാണ് അമേരിക്ക ഈ ബഹിരാകാശ ഗവേഷണ രംഗത്ത് നടത്തുന്നത്. 2030 ചൈന മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കും തുടങ്ങിയ അവിടെ ബേസ് സ്ഥാപിക്കും തുടങ്ങിയ വലിയ ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുമ്പോൾ അതിനു മുൻപ് ഇത് നടപ്പിലാക്കുക എന്ന ഒരു ലക്ഷ്യം കൂടി അമേരിക്കയ്ക്കുണ്ട്. അങ്ങനെയാണ് നാസ ഈ ദൗത്യം ഇങ്ങനെ നടത്തുന്നത്. എന്തായാലും 2028 ആർട്ടിമിസ് 4 പൂർത്തിയാക്കിക്കൊണ്ട് അവിടെ മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കുക. അതിനുശേഷം ചന്ദ്രനെ ഒരു ബേസ് താവളം സ്ഥാപിച്ചതിന് ശേഷം ചന്ദ്രനെ കേന്ദ്രമാക്കിക്കൊണ്ടുള്ള ഡീപ്പ് സ്പേസ് ബഹിരാകാശ ഗവേഷണങ്ങൾ ഇതാണ് ലക്ഷ്യമിടുന്നത്. എന്തായാലും നിലവിൽ ഈ 4-അംഗ സംഘം ഇതിന് പ്രത്യേകതയുണ്ട്. SKN ഒരു വനിതയുണ്ട്, ഒരു കറുത്ത വർഗ്ഗക്കാരനുണ്ട്, ഒരു കനേഡിയൻ പൗരനുണ്ട്. അങ്ങനെ ഈ രീതിയിൽ ഇതുവരെ ചന്ദ്രനിൽ പോയിട്ടില്ല ഒരു വനിതയോ ഒരു കറുത്ത വർഗ്ഗക്കാരനൊന്നും. ആ രീതിയിൽ ഇത്തരം ആളുകൾ കൂടി ഉൾപ്പെട്ട ഒരു സംഘമാണ്, ഒരു ക്രൂ ആണെന്നതാണ് ഈ സംഘത്തിൻ്റെ വലിയ പ്രത്യേകത. എന്തായാലും നാസ ഈ ദൗത്യം ഏറ്റെടുത്തു. ആർട്ടിമിസ് 2 അതിൻ്റെ വിക്ഷേപണം വിജയകരമായി തന്നെ പൂർത്തിയാക്കി. ആ സംഘം അതിൻ്റെ യാത്ര വിജയകരമായി തന്നെ നടത്തുകയാണ്. 10 ദിവസത്തെ ദൗത്യം അത് പൂർത്തിയാക്കി ഈ സംഘം ഭൂമിയിലേക്ക് തിരിച്ചെത്തും. താങ്ക് യു ദിൽന മധു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.